കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡ്, ദിവസവും ആയിരക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്ന സ്ഥലം, അവർക്ക് പ്രാഥമിക സൗകര്യം നിർവഹിക്കാൻ യാതൊരു നിവൃത്തിയില്ല. പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നാഗമ്പടം ബസ് സ്റ്റാൻഡിൻ്റെ അകത്തെ പൊതു ശൗചാലയത്തിൻ്റെ അവിടെയാണ്. ഇവിടെ വന്നപ്പോഴത്തേനാണ് ഇവിടെ റീത്ത് വെച്ച് ഇത് പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് പരാതി വന്നിട്ടാണ് ഞാനിവിടെ വന്നത്. കാരണം കുറേ സ്ത്രീകൾ കടയിൽ ജോലി ചെയ്യുന്നവർക്ക് ടോയ്ലറ്റിൽ പോകാനൊന്നും യാതൊരു സൗകര്യമില്ല. അത് കാരണം അവർ ഇതിൻ്റെ കാര്യമാണ് ഞാനിപ്പം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പൂട്ടിയിരിക്കുക. അതെ അതെ, ഇത് ഇതിവിടെയുള്ള ഈ കടക്കാരെല്ലാം ഒരുപാട് സ്ത്രീകളൊക്കെ ഇവിടെ ജോലി ചെയ്യുന്ന, അവർക്കൊന്നും വേറെ ഒരു ആശ്രയം ഇല്ല ഇതല്ലാതെ വേറെ ഒന്നും. ഇപ്പം ഈ നഗരസഭ ഇത് പൂട്ടിയിട്ടിരിക്കുക. ഇത് പൂട്ടിയിട്ട് ഇപ്പം കുറച്ച് ദിവസമായെന്നാണ് പറഞ്ഞത്. എന്നാലും ഇവിടെ വരുന്നവരൊക്കെ എന്നാ ചെയ്യുമെന്നുള്ളതാണ് എല്ലാ പ്രശ്നം. ഇത് സേഫ്റ്റി ടാങ്ക് നിറഞ്ഞിട്ട് ഓവർഫ്ലോ ആയിട്ട് വെളി വന്ന മാലിന്യങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡിൻ്റെ ശൗചാലയത്തിലെ അവസ്ഥയാണിത്. ദിവസവും ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ വന്നു പോകുന്നത്. അവർക്ക് പ്രാഥമിക സൗകര്യം നിർവഹിക്കാൻ യാതൊരു നിവൃത്തിയില്ല. ഇപ്പം വന്ന അമ്മ ബസ്സിൽ നിന്ന് ഓടി വന്നതാണ്. ഇതുണ്ടെന്നും വെച്ച് ഓടി വന്നത്. അവരെന്നോട് ചോദിച്ചു, കൊച്ചതിൻ്റെ പുറകിൽ എവിടെയെങ്കിലും ചില സ്ഥലം കിട്ടുമോ എന്ന് ചോദിച്ചു. അവരങ്ങോട്ട് ഓടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെയാണ് ബസ്സിലൊക്കെ യാത്രക്കാർ ബുദ്ധിമുട്ട് വരുന്നത്. അതിൻ്റെ വിഷമം എന്നാന്ന് നഗരസഭയിൽ ഇരിക്കുന്ന AC റൂമിൻ്റെ അകത്തിരിക്കുന്നവർക്കൊന്നും അറിയാൻ പറ്റത്തില്ല. ഇതിപ്പോൾ ഈ റീത്ത് ഇവിടെയല്ലായിരുന്നു വെക്കേണ്ടത്, നഗരസഭയുടെ മുന്നിലായിരുന്നു ജനങ്ങൾ വെക്കേണ്ടത്. കാരണം ഒറ്റ ടോയ്ലറ്റ് ഈ പരിസരത്തില്ലെന്ന് പറയുമ്പോഴത്തേന് ഈ ഇവിടെയുള്ള എന്തുമാത്രം ജീവനക്കാരുണ്ട്, ലേഡീസ്, അതുപോലെ യാത്രക്കാർ എന്തുമാത്രം ഉണ്ട്. ഇവരൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? അവിടെ നിന്ന് വെളിയിൽ നിന്ന് മൂത്രമൊഴിച്ച് അന്നേരം പോലീസുകാർ 200 രൂപ ഫൈൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് യാതൊരു കുറവുമില്ല. ഇതൊന്ന് ശരിയാക്കാൻ വേണ്ടി ഇവിടെ കോട്ടയം ജില്ലയിൽ ഇത് ശരിയാക്കാൻ പറ്റിയ അധികാരികളും ഇല്ല. അത് MLA ഇല്ല. കോട്ടയത്ത് മന്ത്രി ഉണ്ടല്ലോ, അവരാരും ഇത് കാണുന്നില്ലെന്ന് ചോദിക്കുന്നത്. അപ്പൊ ഞാനിവിടെ വീഡിയോ എടുത്തപ്പോൾ കടയിലെ ജോലിക്കാരെല്ലാം ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട്. നമുക്ക് അവരുടെ പരാതിയും കൂടെ കേൾക്കാം. ആണല്ലേ, ഇതാണ് പ്രശ്നം. ഇതുകൊണ്ടാണ് ഇവർ പൂട്ടിയിരിക്കുന്നത്. ആ, ഇതെന്റെ സേഫ്റ്റി ടാങ്ക് ഇവിടെയാ. ഇത് നിറഞ്ഞങ്ങ് ഒഴുകുക. ഇവര് പൈസ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പോരി കളയാനായിട്ട്. ഇത് നേരത്തെ ഇത് നീക്കം ചെയ്തോണ്ടിരുന്ന ആയിരുന്നല്ലോ ഇവര്. അത് പിന്നെ എന്തോ ഇവര് കേസ് കിടക്കുവാന്നൊക്കെയാ പറയുന്നത്. നമുക്കറിയത്തില്ല അതേപ്പറ്റിയൊന്നും. എന്നാലും ഇപ്പൊ 1 മാസം കഴിഞ്ഞു, ഇതുവരെ തുറക്കുന്നില്ല. ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുവാണ്. ഇവിടെ ഒരെണ്ണമുണ്ട്, അപ്പറെ അവിടെ കൂട്ടുകാരിന്നും പറഞ്ഞൊരു ബാത്റൂം വേണം, സ്ത്രീകൾക്ക് മാത്രമുള്ള. അത് തുറക്കുന്നു. ഈ അമ്മ ഇപ്പം ടോയ്ലറ്റിൽ പോകാൻ വന്ന അപ്പൊ എന്നോട് പറഞ്ഞു ഒരു രക്ഷയില്ലെന്നും പറഞ്ഞ. ഞങ്ങളൊക്കെ ഓടി നടക്കുമെന്ന് ഇവിടെ ഈ കട നിൽക്കുന്ന ലേഡീസ് ഒക്കെ എല്ലാരും ചിലര് കാപ്പി കുടിച്ചു അങ്ങനെ പോകുന്നവരുണ്ട്. നിവൃത്തിയില്ലാതെ ഉള്ളവരൊക്കെ നിവൃത്തിയില്ലാതെയാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. ഹസ്ബൻഡിനൊക്കെ മേലാത്തതാ. എന്നിട്ട് പുള്ളിയെ വീട്ടിൽ ഞാനീ പണിക്കുന്നു. ഒത്തിരി പേര് ഇങ്ങനെ വരുന്നവരുണ്ട്. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് വയറുവേദനയായിട്ടും ഭയങ്കര വിഷമങ്ങളാണ്. പിന്നെ എന്നാ ചെയ്യാൻ പറ്റും വന്നില്ലെങ്കിൽ. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ ടോയ്ലറ്റ് ഇപ്പൊ ഈ ബിൽഡിംഗിൽ അത് വേറെ ടോയ്ലറ്റ് ആണ് അവിടെ അങ്ങനെ സർക്കാർ ജോലിക്കാർക്കാരും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടില്ല, വിഷമമില്ല. ജോലിക്കാർക്കുള്ളതെല്ലാം അവിടെ ഉണ്ട്. അവർക്ക് ആരും ബുദ്ധിമുട്ടില്ല, അവർക്ക് അറിയാൻ വേണ്ട. ഇതിവിടെ ഇവിടെ ബസ് യാത്രക്കാർക്കും അതുപോലെ ദൂരെ വരുന്ന കിടക്കുന്നൊക്കെ വരുന്ന ഒരുപാട് പേരുള്ള ചില പെണ്ണുകൾ ഇത്രയും കോട്ടയം നശിച്ച കോട്ടയം ഉണ്ടോ, ഒന്ന് ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല. ഈ പെണ്ണ് കാണുകയാണ് എവിടെയും വണ്ടിയിടയ്ക്ക് നിൽക്കാം. അതുപോലെ പോലീസ് കണ്ടാൽ പോലെ പെട്ടിക്ക് നിൽക്കാം. അവർ 250 പെട്ടിക്ക്. അത് എട്ട് ബാത്റൂമില് ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ ചെന്ന് നമ്മളെ കയറ്റി കൈവശം വെച്ചേക്കുവാ. അവരെല്ലാം അത് കൈവശം വെച്ചേക്കുവാ. വഴക്ക് പിടിച്ച കഴിഞ്ഞ ദിവസം ഒന്ന് കയറിയതോടെ അവരെല്ലാം സ്വന്തമായി. ഈ കട ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളും ഒന്നും നിവൃത്തിയില്ല. ഞങ്ങൾ അതുപോലെ വിഷമിച്ചിട്ട് പറയുക. ആ മൈതാനത്ത് നേരെ ആണും പെണ്ണും വലിയ കേക്കുന്നുണ്ട്, വലിയ കേക്കുന്നുണ്ട് അവിടെ ഉണ്ട്. അത് തുറന്നു കൊടുത്താൽ മതിയായിരുന്നു. ഈ പെണ്ണൊക്കെ സ്ത്രീകൾക്ക് മാത്രമല്ല. അതെന്തിനാ അവര് പൊട്ടി? അതും വെള്ളത്തിന്റെ പ്രശ്നമുണ്ടോ? പൈപ്പ് കണക്ഷൻ ഒക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അതിന് തീരുമാനമുണ്ട്. മൈതാനത്ത് പെണ്ണുകളും ആണും എല്ലാം ഇതിലും വലുതാണ്. അത് തുറന്നു കൊടുത്താൽ മതി. എല്ലാവരും അത് തുറന്നു. ഈ ബസ് സ്റ്റാൻഡ് ഇവിടെ വരുന്ന ബസ് സ്റ്റാൻഡിൽ വരുന്ന ആൾക്കാർക്കല്ല ഇതല്ലേ ഒരു സൗകര്യം. ചേട്ടാ അവരോട് ചോദിക്കാം. അവിടെ ഇപ്പൊ തിരക്കായോണ്ടല്ലേ അവരൊക്കെ വന്ന് പറഞ്ഞു. ആണല്ലേ, കടയിലല്ലേ. അവരൊക്കെ
തിരക്കായോണ്ട് ഓടി വന്നു ഓടി വന്നല്ലേ നമുക്ക് അല്ല ഈ വിഷമം എല്ലാവർക്കും ബുദ്ധിമുട്ടുന്നവർക്ക് ഈ നഗരസഭയിലൊക്കെ ഇരിക്കുന്നവർക്കെന്ന് അവർക്ക് അതുപോലെ സൗകര്യമുള്ളതുണ്ട്. അവർക്കൊന്നും സാധാരണക്കാരന്റെ വിഷമം അറിയത്തില്ല. ഞാൻ പറഞ്ഞു, ഞാൻ മുനിസിപ്പാലിറ്റിയിൽ എല്ലാം വിളിച്ച് ചോദിച്ചു. അവരെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അവരൊന്നും മൈൻഡ് ചെയ്ത് സാധാരണക്കാരുടെ വിഷമം അവർക്ക് അറിയത്തില്ല. 3 കോടി രൂപയായിട്ട് ഒരുത്തം പോയിട്ട് അവൻ സൂചിച്ച് ജീവിക്കുക. അതിന്റെ വീതം പറ്റുന്നവരാണ് അവിടെയുള്ളവർ. അതുപോലെ വിഷമിച്ചിട്ടാണ്. ഒത്തിരി പ്രയാസമുണ്ട്. ഞങ്ങൾ അതുപോലെ ഈ വൈകുന്നേരം ഞങ്ങൾ 8 അമ്മ വന്ന് കയറുന്ന ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടാക്കി റീത്തൊക്കെ വെച്ചിട്ട് പ്രയോജനമില്ല. ചേട്ടനെ കടയാണോ അവിടെ? കട സ്റ്റാഫ് നിങ്ങളൊക്കെ എവിടെയാ പോകുന്നത്? ടോയ്ലറ്റിൽ പോകുന്നതൊക്കെ ഒരിടത്ത് സൗകര്യം അല്ലേ? ഇപ്പൊ ഞാൻ കണ്ടു മിക്കവരും വണ്ടിയുടെ പുറകിലൊക്കെ. ആണുങ്ങളെ സംബന്ധിച്ച് ആണുങ്ങൾക്ക് പോകാം, പക്ഷെ പെണ്ണുങ്ങളെ ഞങ്ങൾക്ക് അങ്ങനെ പോയിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങൾ എന്നിട്ട് ഓടും. അങ്ങ് നെഹ്റു സ്റ്റേഡിയത്തിന് അവിടെ പോകണം. അവിടെ ചെന്നിട്ട് അവിടെ ഞാനിപ്പം കണ്ട വഴിയിടോന്ന് പറഞ്ഞു അവിടെ വരെ അവിടെ ചെല്ലണം. ഈ തിരക്കിനിടയ്ക്ക് ഞങ്ങൾ ഓടി അവിടെ വരെ പോയിട്ട് വരുമ്പോ കട വേറെ സ്റ്റാർട്ടില്ല. പിന്നെ അതെ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാവോ? അതെ അതെ ശരി. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം. അതെ അതെ അതെ. ഞാൻ നമ്മുടെ കൂട്ടുകാരോട് ചാനലുകാരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം ഓരോ ദിവസം വന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നഗരസഭ കണ്ണു തുറക്കാതെ എന്നാ ചെയ്യാൻ പറ്റും? അവർക്ക് ഇതിന്റെ വിഷമം അറിയത്തില്ല. അതുകൊണ്ടാണ്. കോട്ടയത്ത് മാത്രമേ ഉള്ളൂ ഇത് നശിച്ചു കിടക്കുന്നത്. വേറെ ഒരിടത്തും ഇല്ല. നമ്മൾ പോയി കഴിഞ്ഞാൽ ബസ്സിൽ പോയാൽ അറിയാം. മനുഷ്യനൊക്കെ ദൂരയാത്ര അതെ അതെ ദൂരയാത്ര കഴിഞ്ഞ് ബസ് വരുന്നവർക്കൊന്ന് ഓടി വന്ന് പോകണമെന്നുണ്ട് എന്നാ ചെയ്യുന്നത്? അല്ല ഈ ബസ് സ്റ്റാൻഡിനകത്ത് ഒരു പകരം ഒരു സംവിധാനം പോലും ഒരു ഏർപ്പെടുത്തിയിട്ടില്ല അല്ലേ? ഒന്നുമില്ല അല്ലേ? അത് ഞാൻ മാത്രമല്ല. അതെ അതെ അവരൊക്കെ നിങ്ങൾ ചെല്ലുമ്പോൾ അവർക്ക് എന്തെങ്കിലും അസുഖം അല്ലേ? പള്ളിയിലാണെങ്കിലും ചൊവ്വാഴ്ച ഒരു ദിവസം അതെ അതെ അവർക്ക് ഒരു ചൊവ്വാഴ്ച 12 ലക്ഷം കൊടുത്തു. ഒരു കുറഞ്ഞ 12 ലക്ഷം വരുമാനമില്ല. അതുകൊണ്ടാണ് ഈ കെട്ടൊക്കെ അവരെ വിളിക്കാറില്ല. കെട്ടത്തിന് വേണ്ടി മാത്രമേ ചൊവ്വാഴ്ച മാത്രമാണ്. അതെ അതെ അത് കാരണം അവരെ തുറന്നുകൊണ്ട് പെണ്ണൊക്കെ പേടിക്കുക. ആണുങ്ങൾ വിട്ടേ പെണ്ണുങ്ങൾ മാത്രമേ അന്വേഷിക്കാൻ. ഇവിടെ ഇത് മാത്രം സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. ഒരു ഉണ്ടല്ലേ? സ്ത്രീകളുണ്ടെന്ന് എല്ലാരും ഓടി നടക്കുക. എല്ലാരും ഓടി നടക്കുക. ഇവിടെ അവരെല്ലാം ഓടി നടക്കുക അല്ലേ? ഇതൊക്കെ അങ്ങോട്ട് നഗരസഭ ചെന്നിട്ട് അവരുടെയൊക്കെ ബാത്റൂം പൂട്ടിയിടണം. അതാ ചെയ്യേണ്ടത്. പൂട്ടിയിടുമ്പോൾ അവർക്ക് അതിന്റെ വിഷമം എന്നാന്നുള്ളത് അറിയാൻ പറ്റും. അവർക്കെല്ലാം സൗകര്യം അവിടെ കിട്ടുന്നുണ്ടല്ലോ. അതെ നമ്മുടെ ആ ടോയ്ലറ്റിന്റെ കാര്യത്തിന് വേണ്ടി വന്നായിരുന്നു. നിങ്ങളൊക്കെ അന്നേരം എവിടെയാ പോകുന്നത്? രാവിലെ വന്നാൽ വീട്ടിൽ ചെല്ലണം അല്ലേ? കുറെ കഷ്ടമാണല്ലോ ആൾക്കാർ. കട ഇട്ടിട്ട് പോകാനും പറ്റത്തില്ല അതല്ലേ? അതെ അതെ. ഇവിടെ ഇപ്പം നമ്മൾ മാത്രമേ അത് പറയണ്ടോ? ലീസ് പറയണ്ടോ? ചേട്ടാ ഇവിടെ ബാത്റൂമിലൊക്കെ പോകുന്ന എവിടെയാ? ഞങ്ങൾ വേറെ സ്ഥലത്താണ് പോകുന്നത്. ഒരു മാർഗവും ആണുങ്ങളെ സംബന്ധിച്ച് എവിടെയെങ്കിലൊക്കെ പോകാം. പെണ്ണുങ്ങളുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. ആണല്ലേ? ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടുത്തെ കോട്ടയത്തെ മുനിസിപ്പാലിറ്റി കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു ഉപകാരവും ഇതെന്നൊക്കെ പറഞ്ഞ അത്യാവശ്യമായ ഒരു കാര്യങ്ങളാണ്. പിന്നെ ജനങ്ങൾക്ക് പ്രാഥമിക ആവശ്യമല്ല നടക്കേണ്ടത്. ഈ കോളേജിലോട്ട് പോകാനുള്ള ആൾക്കാർ പല ജില്ലകളിൽ ഇവിടെ വന്നിട്ടാണ്. അപ്പോൾ ബാത്റൂമിൽ പോകുന്ന മൂത്രം കഴിയുമ്പോൾ വേറെ എവിടെ ഇവിടെ സൗകര്യം? ഇവിടെ 3 ബാത്റൂമുണ്ട്. 3 ബാത്റൂം അടച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. വലിയ കഷ്ടമാണല്ലോ ഇവിടുത്തെ കാര്യം അല്ലേ? ഒരു രക്ഷയില്ല. എവിടെയൊക്കെ ബാത്റൂം പോകാൻ പറ്റുന്നുണ്ടോ? ബാത്റൂം ആണല്ലേ? ഇതിപ്പോ എത്ര ഇത് അടച്ചിട്ട് എത്ര നാളായി? ഇപ്പം അടച്ചിട്ട് ഏകദേശം 1 മാസം ഇടയ്ക്ക് തുറക്കും, ഇടയ്ക്ക് അടച്ചിടും. മണമല്ലേ? ഭയങ്കര മണം. ഇവിടെ വരെ കാറ്റടിക്കുന്ന മണം വരുന്നുണ്ട്. അവിടുത്തെ മണം ഇവിടെ വരെ വരുന്നുണ്ടല്ലേ? അതിനൊരു പരിഹാരം കാണാൻ അവരാരും ശ്രമിക്കുന്നുമില്ല അല്ലേ? ശ്രമിക്കുന്നില്ല. ഈ കഴിഞ്ഞിടയ്ക്ക് എന്തോ ആരാണ്ടൊക്കെ റേറ്റ് കൊണ്ടുവച്ചെന്നൊക്കെ പറയുന്നത്. റേറ്റ് വെച്ചിട്ടുണ്ട്.
എത്രയും പെട്ടെന്ന് തുറന്നേ. നമ്മളെ ഒക്കെ എവിടെയാ ബാത്റൂമിൽ പോകുന്നത്? ഞങ്ങൾക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ നിന്നിട്ട് സന്ധ്യ ആയാൽ പോലും ഒന്നും പോകാൻ പറ്റുന്നില്ല. അല്ലാതെ നമുക്ക് എവിടെ പോകാനാ? അതെ അതെ. വീടിപ്പം ഞങ്ങൾ ഇപ്പൊ ആ പെങ്കൊച്ച് പറയുന്നത് കേട്ടു, രാവിലെ വന്ന വീട്ടിൽ ചെന്നിട്ടാ പിന്നെ വീട്ടിൽ ചെല്ലാനൊന്നും നമുക്ക് ഇത് പിടിച്ചു വെക്കാൻ പറ്റും. നമുക്കിപ്പം പിടിച്ചു വെച്ചാൽ നടക്കാൻ പറ്റത്തില്ല ഈ സമയം. അതെ അതെ. വാതാനത്താണ് താമസിക്കുന്നത്? അയ്യോ അതെ അതെ അതെ. ഞാൻ പറയായിരുന്നു നഗരസഭയിലൊക്കെ ചെന്നിട്ട് അവരുടെ ടോയ്ലറ്റ് പൂട്ടിയിടണം. അവർക്ക് അതിന്റെ വിഷമം എന്നാന്നുള്ളത് അവരറിയണം. അല്ല, ഇതിപ്പോ ഇവിടെ ഓരോരുത്തർ സമരം ചെയ്യാനും എല്ലാ ആൾക്കാരുണ്ട്. പക്ഷെ ഇത് തുറക്കാൻ ഇത് ക്ലീൻ ആക്കി തരുന്ന കാര്യത്തെ പറ്റി ആരും പറയുന്നില്ല. അപ്പൊ അവരെ അടച്ചിടുന്ന അവരെ അടിക്കാൻ പോലെ പിടിക്കാൻ പോലെ കാര്യമാണ്. ആണെന്ന് ഇപ്പൊ ഞാനവിടെ വന്നപ്പോഴും ആൾക്കാർ ഓടി വരുന്നുണ്ട് അങ്ങോട്ട്. ബസ് നിർത്തുമ്പോഴേ ഓടി അങ്ങോട്ടല്ലേ. ആ അതെ അതെ. എല്ലാരും അവിടെ പോണം, സ്റ്റേഡിയത്തിന്റെ അവിടെ. ആ കടയിൽ നിന്ന് പോകുമ്പോഴത്തേനല്ലേ. ആ ആ. നിങ്ങളുടെ കാര്യം ഓർത്ത് ഭയങ്കര കഷ്ടമാണല്ലോ. എന്ത് ചെയ്യുന്നല്ലേ. നമുക്ക് നോക്കാം എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ആ ഇവരെല്ലാരും പറയുന്നുണ്ട് അത്രയും ദൂരം പോകുന്നതല്ലേ. അതന്നെ എന്തുമാത്രം യാത്രക്കാർ ഇവിടെ വരുന്നത്. ആ അതെ അതെ. നമസ്കാരം. നിങ്ങളുടെ ദുരിതം കണ്ടോണ്ട് ഇവിടം വരെ വന്നതായിരുന്നു. നല്ല കാര്യം, വളരെ പരിതാപകരമാണ്. ആണല്ലേ. ബാത്റൂം പോകാൻ പറ്റില്ലെങ്കിൽ വളരെ കഷ്ടം. പിന്നെ അതല്ലേ മനുഷ്യന്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ യൂണിയൻ പാസ് ചെയ്യാനാണ് നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ആണുങ്ങൾക്ക് നമ്മൾ ഈ എറണാകുളത്ത് നിന്ന് 2.5 മണിക്കൂർ ഇവിടം വരെ വന്നെങ്കിൽ എല്ലാവരും ഇരുന്ന് വന്നിട്ടൊന്നും ബോധവിന് പോകാൻ പോകില്ല. കൂട്ടുകാരി എന്ന് പറയുന്നത് അപ്പുറത്തുണ്ട്. കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ ഇവിടെ കൂട്ടുകാരി അത് തുറന്നിട്ടില്ല. അവിടെ ഈ സ്റ്റാൻഡ് കയറി 3 ബാത്റൂമുണ്ട്. ഏതെങ്കിലും തുറന്നു മാനുഷിക പരിഗണന ചെയ്യാന്നൊക്കെയാണ് 4 മണിക്കൂർ ഇവിടെ വരുന്നത്. പെട്രോൾ പമ്പ് ഒന്ന് ഓടി പോകാൻ വേണ്ടി വളരെ പരിതാപകരമാണ്. എന്തെങ്കിലും ഇവർ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാവുന്നതേ ഉള്ളൂ. നേരെ മറിച്ച് സംഭവിച്ചു പോയത് ഇവർ ലേലത്തിൽ ആരെങ്കിലും എടുത്തിരുന്നെങ്കിൽ അവർ ഇത്ര ലക്ഷം രൂപ മുടക്കിയല്ല. അവർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോയാലേ പറ്റുള്ളൂ. അപ്പൊ അവർ എന്തെങ്കിലും മാർഗം ചെയ്യും. ഉദാഹരണത്തിന് നമ്മുടെയൊക്കെ വീട്ടിൽ ക്ലോസ് ചെയ്യാൻ നമ്മൾ ഏതെങ്കിലും ഒരു വണ്ടി വിളിച്ച് 10,000, 6,000, 7,000 കൊടുത്ത് നമ്മൾ ക്ലീൻ ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അവര് എങ്ങനെയെങ്കിലും ഇത് കൊണ്ടുപോയിട്ട് ഇത് ഓപ്പൺ ചെയ്യും. ഇവർക്ക് തുറന്ന് 1 വർഷത്തിനുള്ളിൽ അവരുടെ മുടക്കുമല്ല പിടിച്ചെടുക്കണ്ടേ. അതിന് അവർ എന്തെങ്കിലും മാർഗം ചെയ്യും. ഒരു പരിധി വരെ അവരൊന്നും ചെയ്യാതെ പക്ഷേ അനുഭവപ്പെടുന്ന ഞങ്ങളെ കൂട്ടുന്നത് നമ്മൾ രാവിലെ 6 മണിക്ക് വന്നിട്ട് നമ്മൾ 8 മണിക്കാണ് പോകുന്നത്. നമ്മളൊക്കെ എന്ത് ചെയ്യും? ഒന്ന് വയറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഓടിപ്പോകാൻ ഒരു മാർഗ്ഗവും ഇല്ലാത്ത സാഹചര്യമാണ്. പെട്രോൾ പമ്പിലാണ് നമ്മൾ ശാസ്ത്ര റോഡ് വരെ പോകണം, അല്ലാണ്ട് വേറെ ഇല്ല. വളരെ ദുരിതമാണ്. എന്തെങ്കിലും ഇവർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യണമെന്ന്. പക്ഷേ വളരെ പരിതാപകരമാണ്. ഇതിന് മണം ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ സെപ്റ്റ് ടാങ്കിന്റെ. അതിപ്പോ അവർ പറയുന്നത് ഇതിനകത്ത് സംഭവം എന്ന് വെച്ചാൽ ഓവർഫ്ലോ അത് നല്ലൊരു ഇത് പണിയാണ്, തീരാവുന്ന വിഷയമല്ല. പക്ഷെ അത് നല്ലൊരു ടാങ്കാ പണിതിട്ടേക്കണം. പക്ഷെ അതിൽ നമ്മൾ വെള്ളം 3-ാമത്തിൽ നിന്ന് 4-ാമത്തേക്ക് പോകുന്ന വെള്ളമില്ല. അത് നല്ലൊരു കുഴി കുഴിച്ചാൽ തീരാവുന്ന വിഷയമല്ല. പക്ഷെ അത് ചെയ്യാൻ എഞ്ചിനീയർമാര് ശ്രമിച്ചാൽ തീരാവുന്ന വിഷയമുള്ളൂ. ആ ഒരു കാലത്തേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും ഇല്ല ഇതിനകത്ത്. അല്ലെങ്കിൽ ഇത് ആരെ കോൺട്രാക്ട് എടുത്തവർ ആരാണെങ്കിലും അത് മുന്നോട്ട് പോകും. ഇതിപ്പോ കേസാന്നൊക്കെ ഇവര് പറഞ്ഞു കേട്ടെ. കറക്റ്റ് എന്നാണ് നമുക്ക് അറിയുന്നത്. കേസാന്ന് പറഞ്ഞാൽ പകരം സംവിധാനം ജനങ്ങൾക്ക് ഇണക്കി കൊടുക്കേണ്ടി വരും. ഇത് ചെയ്യുന്നില്ല. അത് വേണ്ട. നമുക്ക് ഇതിന് മുമ്പ് ഇതേപോലെ ഒരു 2 കൊല്ലം മുമ്പ് ഉണ്ടായപ്പോ നമ്മുടെ പോപ്പ് മൈതാനത്തുണ്ട് ബാത്റൂം. അത് തുറന്നു കൊടുത്താലും മതി. അതും ഇവര് ചെയ്യുന്നില്ലല്ലേ. അതല്ലെങ്കിൽ പിന്നെ ഇവിടെ കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരെണ്ണമുണ്ട്. അതെങ്കിലും തുറന്നു കൊടുത്താൽ മതി. ഇത് മനുഷ്യന് ജസ്റ്റ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. താങ്കൾക്കറിയാലോ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോകണ്ടേ. നമ്മൾ അത് മാത്രം ഒന്ന് പരിഗണിച്ചാൽ മതി. മനുഷ്യൻ നമ്മളാരെയും കുറ്റപ്പെടുത്താനില്ല. ഒരു പരിഗണന, മാനസിക പരിഗണന ചെയ്താൽ മതി. മനുഷ്യൻ എങ്ങനെ അവസ്ഥ അതാണ് വളരെ ദാരിദ്ര്യം. ശരിയാണ്. അകത്തോട്ട് കയറുന്നില്ലേ? ഞാൻ നിങ്ങളുടെ വിവരങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. എവിടെയാ നിങ്ങൾ ബാത്റൂമിലൊക്കെ പോകുന്നത്? എന്റെ മുന്നേ ഞങ്ങൾ ബാത്റൂമിൽ എവിടെ പോകാനാ? അവിടെ ചെല്ലുമ്പോ അവിടെ പൂട്ടും, ഇവിടെ ചെല്ലുമ്പോ ഇവിടെ കയറ്റില്ല, അവിടുത്തെ ഹോട്ടലിൽ ചെല്ലുമ്പോ അവര് കയറ്റുന്നില്ല. ബാത്റൂമിൽ പോകാൻ തന്നെ രാവിലെ വരുന്ന ഞങ്ങളാ 5:30 ആകുമ്പോഴാണ് ഇവിടുന്ന് പോകുന്നത്. ഇവിടെ ഒരു ബാത്റൂം ഇല്ലാത്ത വലിയ സങ്കടമാണ്.
എവിടെയാ പോകുന്നത് നിങ്ങൾ? എന്നിട്ട് പിന്നെ എവിടെ പോകണത്? ഇത്രയും നേരമായിട്ട് ഞങ്ങൾ പോയിട്ടില്ല, ഇത്രയും സമയമായിട്ട് ഞങ്ങൾ പോയിട്ടില്ല. അവിടെ ചെന്ന ആണോ? ഞാനത് കേട്ടിട്ട് അവിടെയുള്ള പെങ്കൊച്ചുങ്ങളൊക്കെ പറയായിരുന്നു അവരൊക്കെ രാവിലെ വന്ന് വൈകിട്ട് വീട്ടിൽ ചെല്ലും. വീട്ടിൽ ചെന്നാൽ ഇതിനൊരു പരിഹാരം കാണിക്കണം. നടക്കില്ല. പക്ഷെ ഭയങ്കര കഷ്ടമാണല്ലോ അല്ലേ? പള്ളിയിലോട്ടും കയറ്റിയല്ല. ഞാനേ കുറെ ദിവസമായത് അറിഞ്ഞപ്പോ അന്നേരം തൊട്ട് വരണമെന്ന് ചോര തിരക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. കാരണം ഇന്ന് വന്നപ്പോഴത്തേനെ കണ്ടപ്പോ അവിടെ ചെന്നപ്പം തന്നെ കണ്ടപ്പോ കണ്ട് റീത്ത് വെച്ചിരിക്കും. ആ റീത്ത് അവിടെയല്ല വെക്കേണ്ടത്, നഗരസഭയുടെ മണ്ടിലേ വെക്കേണ്ടത്. അതെ അതെ അതെ. ഇവിടെ എത്ര പേരുണ്ട് ലേഡീസ്? അതെ ശരിയെന്നാ. ഇവിടെ നിങ്ങൾ എത്ര പേരുണ്ട് മൊത്തം? ഇവിടെ ഞങ്ങൾ 3 പേര്. 3 പേരല്ലേ? വേറെ ഒരിടത്തുനിന്ന് ഒരു നിർവാഹവും ഇല്ല, അവിടെ തന്നെ ഉള്ളു, വഴിയിടത്തിൽ തന്നെ ചെല്ലണം അല്ലേ? അതെ അതെ. ആണല്ലേ? അവിടെ അങ്ങോട്ട് വേറെ ലേഡീസൊക്കെ കടകളുണ്ടോ അവിടെ? എത്ര പേരുണ്ട് സ്റ്റാഫ് നിങ്ങള്? മൊത്തം 4 പേര്. 4 പേര്. എവിടെയാ നിങ്ങൾ പോകുന്നത് ബാത്റൂമിൽ? ഓരോ ഹോട്ടലുകളിലൊക്കെ പോകും. ആണല്ലേ? അല്ലാതെ മോളത്തെ ഒന്നും അവരെ നിങ്ങളെ കയറ്റൊന്നുമില്ല? ഇവിടെ ഒന്നും ഇല്ലല്ലോ. ആ കൊട്ടിട്ടിരിക്കും. ഇനിയിപ്പോ ഞാൻ ദൂരെ എവിടെയൊക്കെ പോകുന്നത്? മിക്കവരോടും ചോദിച്ചപ്പോൾ അവർ രാവിലെ വന്നിട്ട് സന്ധിക്കൊക്കെ ബാത്റൂമിൽ പോകുന്നെന്നാ പറഞ്ഞത്. അതുപോലെ ബുദ്ധിമുട്ടാണോ? ഭയങ്കര പാടവിടെ. ആണല്ലേ? ആണുങ്ങളാണെങ്കിലും വണ്ടിയുടെ അവിടെയൊക്കെ ഇവിടെയൊക്കെ പോയി. ആ അതെ. വളരെ കഷ്ടമല്ലേ ബാത്റൂമിന്റെ കാര്യത്തിനെ? എവിടെയാ ആണല്ലേ? അപ്പൊ ഞാനിപ്പോ അവിടെ തൊട്ട് കടകളെല്ലാം കയറി. എല്ലാരും വളരെ ബുദ്ധിമുട്ട്. ആണുങ്ങളെ സംബന്ധിച്ച് ആണുങ്ങൾക്ക് എവിടെയെങ്കിലും പറയാനും പറ്റില്ല, ആണുങ്ങളെ കാര്യം പറയാൻ പറ്റില്ല. അവിടെ തന്നെ പോലീസ് പറ്റി അടിക്കുക. പോലീസ് അതിന്റെ മോളെ എവിടെയാ ബാത്റൂമിലൊക്കെ പോകുന്നേ? ഞങ്ങൾ അവിടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അവിടെ ഒന്നും ഇല്ല. പോകുന്നതല്ലേ, ഇവിടെ തന്നെ നിൽക്കുക. രാവിലെ വന്ന സന്ധ്യക്ക് വീട്ടിൽ ചെല്ലുന്നണം വരെ അല്ലേ? മിക്കവരുടെയും കാര്യം പറഞ്ഞ കേട്ടിട്ട് ഭയങ്കര ഒരു അവസ്ഥയാണ്. വീട് വരെ പോയിട്ട് വരാം. വീട്ടിൽ പോയിട്ടില്ല ബാത്റൂമിലോട്ട്. ഇവിടെ ഈ നേരത്തെ ഇതിന്റെ അകത്ത് തുറന്നില്ലായിരുന്നു, അത് തുറന്നു കൊടുക്കുമല്ലായിരുന്നു നേരത്തെ? അതൊക്കെ അതുമില്ല, ഒരിടത്തും തുറന്നിട്ടില്ല അല്ലേ? അതുപോലെ ഇതിന്റെ മുകളിലെ കണ്ട 3-4 ബാത്റൂം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ആണല്ലേ? ഒരു വിധത്തിലും പോകാൻ പറ്റും. അതെ അതെ. അല്ല, ആണുങ്ങളുടെ കാര്യം എങ്ങനെയാ നമുക്ക് ഓടിപ്പോന്ന് വെച്ചാൽ ഇവരെ സംബന്ധിച്ച് ഇവരെന്നെ എടുക്കും. ജോലിക്കാരുടെ സംബന്ധിച്ച് അവരെ പിടിച്ച്. അതെ അതെ. അല്ല, അതിന് നഗരസഭ ഒരു പരിഹാരം ശ്രമിക്കുന്ന പോലും ഇല്ലെന്ന് പറയുമ്പോഴത്തേന് അവരുടെ ആ കടല ചേച്ചിയുടെ ഉണ്ടായിരുന്നു. ആ ചേച്ചി ആകുമ്പോൾ നമ്മൾ ഈ കടല സ്റ്റാഫൊക്കെ ചെല്ലുമ്പോൾ പുള്ളിക്കാർ തുറന്നു കൊടുക്കുമായിരുന്നു. ഇപ്പൊ അതുമില്ല, അവരെ മേടിച്ചോണ്ട് പോയി. ശരിയാണോ ചേച്ചി? ഇത്ര യാത്രക്കാരിയാണ്. എവിടെ ചേച്ചി താമസിക്കുന്നത്? എവിടെയാ? ആ, ഇവിടെ ടൗണിൽ മിക്കപ്പോഴും വരുന്നതല്ലേ? ആ, ഒരു വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ? അതിനൊരു പരിഹാരം കാണാൻ ഇവിടെ ശ്രമിക്കുന്നില്ലെന്നുള്ളതാണ്. ഇപ്പാണ്ട് അവിടെ ചിലപ്പോൾ റീത്ത് വെച്ച് വെച്ചിരിക്കുക. പിന്നെ അതെ അതെ അതെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എവിടെയാ ബാത്റൂമിലൊക്കെ പോകുന്നത്? ആ, അത് അടച്ചിട്ടിരിക്കല്ലേ? അങ്ങനെ പിന്നെ മിക്കവരും ഇപ്പം രാവിലെ പലരോടും തിരക്കിയപ്പോൾ ഇവരെല്ലാം രാവിലെ വന്നിട്ട് വീട്ടിൽ ചെന്നിട്ടാ ബാത്റൂമിലൊക്കെ പോകുന്നു. ആ അമ്മ പോകുന്നല്ലേ? ബാത്റൂമിൽ പോകാൻ വേണ്ടി അല്ലേ? പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ വലിയ പാടാണ്. ബാത്റൂമിലൊക്കെ പോകണ്ടേ മനുഷ്യൻ? അതെ അതെ. മനുഷ്യൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. പിന്നെ അതിനൊരു പരിഹാരം എന്തെങ്കിലും കണ്ടെത്തുക എന്നുള്ളത്. അതെ അതെ എപ്പോഴും ഞങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അതെ, ഡ്രൈവർമാരെ സംബന്ധിച്ച് ഡ്രൈവറും കണ്ടക്ടർമാരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എത്ര നാളായി? 4 മാസത്തിന് മേളിലായി ഇത് അടച്ചിടാൻ തുടങ്ങിയിട്ട്.
ഞങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഏതെങ്കിലും പമ്പിൽ പോകണം. വണ്ടി പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും അല്ലേ? വണ്ടി വിട്ടിട്ട് ഞങ്ങൾ പമ്പിൽ പോകണം. വണ്ടി അതെ യാത്രക്കാർക്ക് തന്നെ ചെയ്യാൻ പറ്റും. എന്ത് സ്ത്രീകൾ വരുന്നുണ്ട്. ഇന്ന് യൂറിൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണ്ടല്ലോ, 10 രൂപ കൊടുക്കുന്നുണ്ടല്ലോ, ഇല്ലെങ്കിൽ എന്നെ എടുക്കാൻ പറ്റും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ബസ്സിലെ തൊഴിലാളികൾക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പമ്പിൽ പോകാം. പമ്പിൽ പോകാൻ സമയം ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇല്ല, അതൊന്നും നടക്കത്തില്ല. നമുക്കൊരു 10 മിനിറ്റ് യാത്ര ചിലപ്പോൾ കിട്ടുള്ളൂ, 10 മിനിറ്റ് സമയം കിട്ടുള്ളൂ. ആ സമയത്ത് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെല്ലാന്നുള്ള പ്രതീക്ഷ നമ്മൾ ചെല്ലുമ്പോൾ അടച്ചു പൂട്ടിയിട്ടിരിക്കുക. ഇതാണ് സംഭവം. 4 മാസമായിട്ട് 5 മാസമായിട്ട് ഇങ്ങനെ എന്നെ പരിപാടി മൊത്തം അടച്ചിട്ടിരിക്കുക. അത് തന്നെയല്ല, ഒരു 3 ബാത്റൂം 3 ഇതുള്ള, അതായത് ഇതുണ്ട്, കുടുംബശ്രീയുണ്ട്, മുനിസിപ്പാലിറ്റി വേറെന്നുണ്ട് നമ്മുടെ ഗ്രൗണ്ടിനകത്ത്. ഇതൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ല, ഇതെല്ലാം മൊത്തം പൂട്ടിയിട്ടിരിക്കുക. ഇതാണ് സംഭവം. അത് ഏതെങ്കിലും ഒന്ന് കുടുംബശ്രീ തുറക്കാൻ കഴിച്ചാൽ കുടുംബശ്രീയുടെ അവർ തരത്തില്ല, അവർ തരത്തില്ല, കുടുംബശ്രീയുടെ ഉള്ളത് തരത്തില്ല. പിന്നെ അല്ല, ഞങ്ങൾ റെയിൽവേ പോകണമെങ്കിൽ പാർട്ടി ടിക്കറ്റ് എടുക്കണം. റെയിൽവേക്കകത്ത് പോകണമെന്നുണ്ട് പാർട്ടി ടിക്കറ്റ് എടുക്കാൻ നമുക്ക് എല്ലാം പറ്റത്തില്ല. വഴിയൊന്നും മുള്ളേ പോലീസ് പിടിക്കുകയും ചെയ്യും. ഇവിടെ 200 രൂപ വാങ്ങിക്കും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ ചെയ്യാൻ പറ്റും, വേറെ മാർഗ്ഗമില്ല. അല്ലേ, മനുഷ്യന്റെ പ്രാഥമിക സൗകര്യം എല്ലാത്തിനല്ലേ പരിഗണന കൊടുക്കേണ്ടത്. ഇത് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ കുഴപ്പമാണ്. ഞാനിപ്പോ അവിടെ വന്നപ്പോ റീത്ത് വെച്ചിരിക്കുന്ന കണ്ടോ അവിടെ. തൃശ്ശൂർ 4 പേര് വന്നു, യാത്രയുണ്ട് 4 പേര്. അവര് ബാത്റൂം ഇല്ല, അവർ തിരിച്ചു പോകുന്നു. പെണ്ണുങ്ങളാ 3 പേര്. അവർക്ക് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയാ. എന്നാ ചെയ്യാൻ പറ്റും? പമ്പിൽ പോകാൻ പറഞ്ഞു. പമ്പിലൊക്കെ എപ്പോഴും ചെല്ലുമ്പോ അവര് സമ്മതിക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. 4 മാസം മേളിലായി പമ്പിലൊക്കെ ചെന്നാലും അവർ സമ്മതിക്കും. വേറെ കാര്യമാണ്, പെണ്ണുങ്ങളായാലും ലേഡീസ് ആയാലും ജെൻസ് ആയാലും ചെന്നാൽ അവർ സമ്മതിക്കും. ഇതാണ് സംഭവം. ഇതാണ് അല്ല, ഇവിടുന്ന് അത്രയും ദൂരം ചെല്ലണ്ടല്ലേ? ഈ പള്ളി ചൊവ്വാഴ്ച ദിവസം അവിടെ പള്ളിയുടെ ടോയ്ലറ്റ് അവര് ഒരു പരിധിയില്ലേ? എന്തുമാത്രം ആൾക്കാരെ പള്ളി വരുന്നത്? അവരും എല്ലാം ഇങ്ങോട്ടാ വരുന്നല്ലേ? അവരും വരും. അതാണ് ഏറ്റവും വലിയ വരുന്നത്. നല്ല കുഴപ്പങ്ങളുണ്ട്. അതായത് മുനിസിപ്പാലിറ്റി തീർച്ചയായിട്ടും അതിന് പകരം സംവിധാനം അവർ ഉണ്ടാക്കണം. ഇത് മുനിസിപ്പാലിറ്റിയാണ് ഇത് ചെയ്യേണ്ടത്. ഇത് വേറൊന്നുമല്ല, രണ്ട് കോൺട്രാക്ടർമാർ എടുത്തിട്ട് അവരെന്തോ കേസായിട്ട് കിടക്കുമായിട്ട് കിടക്കുമെന്നാണ് പറയുന്നത്. എന്താന്നുള്ള കാര്യം നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അത്യാവശ്യം പോകണമെന്ന് ഓടി ഇവിടെ വരുമ്പോ അങ്ങോട്ട് ചെല്ലുമ്പോ ദേ കിടക്കുന്നത് എന്താ ചെയ്യാൻ? എങ്ക പിന്നെ അങ്ങോട്ട് ഓടുക. ഇവിടെ ഇപ്പൊ പമ്പ് തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് തുടങ്ങിയോണ്ട് മാത്രം അസോസിയേഷൻ പമ്പ് തുടങ്ങിയോണ്ട് നമുക്ക് ഏറ്റവും എളുപ്പമുണ്ട്. പമ്പ് തുടങ്ങിയോണ്ട് നമുക്ക് പെട്ടെന്ന് പോവാം. ഇതൊന്നും അറിയാൻ മേലാത്ത യാത്രക്കാരാണ്. അതെ അതെ. വീണ്ടും കാണാം കേട്ടോ. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കട്ടെ കേട്ടോ. ചേട്ടൻ പറഞ്ഞായിരുന്നേ? ആ ചേട്ടാ നമസ്കാരം. ചേട്ടൻ പുതുപ്പള്ളിയാണോ? ആണോ? ഞാനിവിടെ രാവിലെ ചെറിയൊരു പ്രശ്നത്തിന് വന്നു. അറിയാമല്ലോ നിങ്ങളുടെ പ്രശ്നം എന്നാന്ന്. അതെ അതെ. എവിടെ ചേട്ടനൊക്കെ എവിടെയാ ബാത്റൂം? കായർത്തുമുള്ള. ബാത്റൂമിലൊക്കെ എവിടെയാ പോകുന്നത്? ഇടയ്ക്ക് തുറക്കും, ഇടയ്ക്ക് ഈ മുനിസിപ്പാലിറ്റി അവർ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതുമില്ല ലേഡീസിന് അതിനായിട്ട് ഇവിടെ അത് ഒരാഴ്ച വലിയ കഷ്ടം തന്നെയാണ്. പെണ്ണുങ്ങളൊക്കെ ഏറ്റവും വലിയ പ്രശ്നമാണ്. എന്നാ പറയാനാവില്ല. കടയായിട്ടിരിക്കുന്ന കാരണം നമ്മളോട് വന്ന് ചോദിക്കും. സ്റ്റേഡിയത്തിൽ ഇവിടുന്നൊക്കെ അവിടെ ചെല്ലുമ്പോഴത്തേനും പിന്നെ ഇവര് പെണ്ണുങ്ങളൊക്കെ കടയിൽ നിന്ന് ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് മാറ്റുന്നു. ശരി, വേറെ കാര്യത്തുമുട്ടിൽ എവിടെയാട്ടെ? പറക്കുന്നപ്പടി ജിന്നുവിന്റെ ഒക്കെ വാർഡ് പങ്കിയുടെ നേരത്തെത്തും. ശരി ശരി. തിരക്കിലാണോ? നമ്മുടെ ബാത്റൂമിന്റെ പ്രശ്നത്തിന് വേണ്ടി ഞാനിവിടെ വന്നായിരുന്നു. അത് വളരെ കഷ്ടമല്ലേ? കറക്റ്റ് എത്ര നാളായെന്നറിയാമോ? അതാണെന്നുണ്ടെ ഒരു നല്ല രീതിയിലൊരു ടാങ്ക് അവിടെ ചെയ്തേച്ച് അത് ചെയ്യുവാടെ കുഴപ്പമില്ല. ഇത് ടാങ്കും ഇല്ല, ഒന്നുമില്ല. ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പോലും പറ്റുകയില്ല. ഓവർഫ്ലോ ആയിട്ട് വെളിയിൽ വരിക. ഇത് കുളിക്കുന്നതും
ബാത്റൂമിൽ പോകുന്നത് എല്ലാം ഒരിടത്തോട്ട് തന്നെ ആയി വരുന്നത്. കുളിക്കുന്ന വെള്ളം വേറൊരു വഴിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ബുദ്ധിമുട്ട് വരികയില്ല. ഇതെല്ലാം ഒരുമിച്ചാ വരുന്നത്, ഇതെല്ലാം കൂടെ ഒരുമിച്ച. അതും ആ വാതിക്കയിലാണ്, ഇറങ്ങുന്നിടത്ത് തന്നെയാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നിടത്ത് ഞാൻ കണ്ട ഫ്രണ്ടിലത്തെ അങ്ങനെ വെച്ചോണ്ട് വല്ല പ്രയോജനമുണ്ടോ? മുമ്പെന്ന് പറഞ്ഞാൽ അവിടെ ഓടയുണ്ടായിരുന്നു. ആ ഓടയ്ക്കകത്തോട്ട് ഈ കുളിക്കുന്ന വെള്ളവും എല്ലാം അതുവഴി അങ്ങ് പോകുമായിരുന്നു. അപ്പൊ അതങ്ങനെയല്ല അതുകൊണ്ടാണ് പെട്ടെന്ന് നിറയുന്നത്. ഇത് മേടിക്കുന്ന വന്ന് മൊത്തത്തിൽ എടുക്കുന്നവനും നഷ്ടമാണ്. അവൻ അടച്ചേച്ച് പോകും, പിന്നെ അവൻ വരികയില്ല. ഇത് മറ്റുള്ളവർക്ക് അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് ആ ചെയ്യേണ്ട രീതിയിൽ അത് ഉപയോഗം നടക്കും, വൃത്തിയുണ്ടാകും. ഇത് മുനിസിപ്പാലിറ്റിക്കാർ 2-3 പേര് അവിടെ വന്നിരിക്കും. അവരുടെ സമയമാകുമ്പോഴത്തേക്ക് അവരിറങ്ങി അങ്ങ് പോകും. വെളിയിൽ ആർക്കെങ്കിലും ഇത് കൊടുക്കണം, ഇത് നന്നാക്കിയിട്ട് വെളിയിൽ ആർക്കെങ്കിലും കൊടുക്കണം. അങ്ങനെ കൊടുത്താലേ ഉള്ള അത് വൃത്തി ഉണ്ടാകും. അല്ലാതെ മുനിസിപ്പാലിറ്റി തന്നെ ഉപയോഗിക്കുന്നത് അവർക്ക് അതിൻ്റെതായ ഓരോ സമയങ്ങളുണ്ട്. ആ സമയത്ത് അവർ വരും, തുറക്കും, പോകും. ഇതങ്ങനെയല്ല. ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ വെളുപ്പിന് 5 മണിയാകുമ്പോൾ അവിടെ തുറക്കും. ഒരു 10 മണി വരെ ഈ കേട്ടോ സാറേ, 10 മണി വരെ ആള് ഇവിടെ. എത്രയോ പേര് വന്നു. ആണുങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് മാറി നിന്ന് എങ്ങനെയെങ്കിലും കാര്യം സാധിക്കാം. പെണ്ണുങ്ങൾ എന്ത് ചെയ്യും? അതെ, പെണ്ണുങ്ങളുടെ കാര്യം ഇപ്പം കേട്ടിട്ട് ഞെട്ടിപ്പോയി ഞാൻ. പെണ്ണുങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട്. ഈ കടയിൽ നിൽക്കുന്നവരാണേലും അവരാണേലും എവിടെയാ ബാത്റൂം എന്ന് ചോദിച്ച് വരുക. ഇതുപോലെ തന്നെ നേരെ തൊട്ടപ്പുറത്ത് അവിടെ ഒരു ബാത്റൂമുണ്ട്, അത് തുറക്കുന്നില്ല. സ്ത്രീകൾക്ക് വേണ്ടി ശൗചാലയം എന്നും പറഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട്, അത് തുറക്കുന്നില്ല. പിന്നെ ഈ സ്റ്റേഡിയം അതിനകത്തൊരെണ്ണമുണ്ട്, അവിടെ ഇല്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നേച്ച് ഏർക്കെങ്കിലും പോണേ അങ്ങ് അറ്റത്ത് ഒരു വഴിയിടമെന്നും പറഞ്ഞ് അവിടെയുണ്ട്. അവിടെയാണ് പോകുന്നത്. അത് ആള് ക്യൂ നിൽക്കണം. ആ രീതിയിലാണ് അവിടത്തെ കഷ്ടത്തില്, ഭയങ്കര കഷ്ടത്തിലാണ്. അവർക്കൊക്കെ പൈസ മാത്രം മതി, പിരിവും കാര്യങ്ങളൊക്കെ. ഇന്നലെ അവിടെ പോയി മിനിഞ്ഞാന്ന് അവിടെ നിന്ന് എന്ന് വെച്ചാൽ ബാത്റൂമില്ല, മൂത്രം ഒഴിക്കാനായിട്ട് ആ സൈഡിൽ പോയി നിന്നപ്പോഴത്തേക്ക് പോലീസുകാർ വന്നിട്ടുണ്ട്. 200 രൂപ പെറ്റ് തരും കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇവിടുത്തെ അവസ്ഥ, ഈ അവസ്ഥയാണ്. ഇപ്പൊ എന്ത് ചെയ്യുന്നു? മൂത്രം ഇപ്പൊ കാല് മേലാത്തവര്, ഷുഗറായിട്ട് പിന്നെ അസുഖമുള്ളവരൊക്കെ ഉണ്ടെന്ന് അവരെല്ലാം ഷുഗറുള്ളവരൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാമോ? ഇതിന്റെ മുകളിലുണ്ട് ബാത്റൂം. അത് ഈ ഓഫീസുകൾക്ക് വേണ്ടിയിട്ട് മാത്രം ഇട്ടിരിക്കുന്ന ബാത്റൂം. അവിടെ ഇവിടെ സാധാരണക്കാരെ അവർ കയറ്റത്തുമില്ല, അവരെ ആരെയും അങ്ങോട്ട് അടുപ്പിക്കത്തുമില്ല. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഈ ഒരു സാധനം. കാരണം ജനങ്ങൾ വന്നു പോകുന്ന ഒരു സ്ഥലമല്ലേ അത്. എറണാകുളത്തുനിന്നും തൃശ്ശൂരിൽ നിന്നും ഇവിടെ നിന്നൊക്കെ വന്നിട്ട് ഏറ്റവും വലിയൊരു ബസ് സ്റ്റാൻഡല്ലേ, അതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെ. അത് എങ്ങനെയെങ്കിലും അധികൃതരെ ഒന്ന് അറിയിച്ച് ഇത് എങ്ങനെയെങ്കിലും തുറക്കാനായിട്ടുള്ളൊരു വഴി. പിന്നെ തീർച്ചയായിട്ടും ശരിയാണ്. എവിടെയാ ബാത്റൂമിലൊക്കെ പോകുന്നത്? വഴിയുടെ അത്രയും ദൂരം പോകുമല്ലോ. ഇവിടെ വരുന്നവർക്ക് ആർക്കും, ഇവിടെ ഒത്തിരി പേര് യാത്രക്കാരൊക്കെ വരുന്നില്ല എല്ലാവർക്കും. നിങ്ങളൊക്കെ ബാക്കി എല്ലാവരെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെളിയിൽ നിന്ന് വരുന്നവർക്കെല്ലാം ഇതുവഴി അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, അവർ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ബാത്റൂമിലോട്ട് പോകാനുള്ള സൗകര്യം ഇല്ല. ഒരിടത്ത് എല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ്. മേലാത്തവർക്കൊക്കെ അത്രയും ദൂരം പോകണ്ടോ അല്ലേ? മഴയാണെങ്കിൽ വലിയ കഷ്ടം അല്ലേ? ഇവിടെ യാത്ര ചെയ്ത് വരുന്നവർക്കെല്ലാം വലിയ ബുദ്ധിമുട്ട്. വന്നു കഴിഞ്ഞാൽ ഒരു പൊതുസ്ഥലത്ത് ബാത്റൂമില്ല, അവർ ഓടി നടക്കും, ഇങ്ങോട്ട് പോകാൻ അറിയുന്നില്ല. ഇവിടെ ഉള്ളത് വഴിയിടം, അത് മാത്രം ആശ്രയമുള്ളൂ. ഞായറാഴ്ച ദിവസങ്ങളിൽ അവധിയാണ്. ഇവിടെ ഞായറാഴ്ച ശരിക്കും ബുദ്ധിമുട്ട് വന്നല്ലേ? ആ സ്വന്തം ദിവസങ്ങളിൽ അടുത്ത് തന്നെ ഇല്ല. അല്ല, ചില പെൺപിള്ളേരൊക്കെ പറഞ്ഞു രാവിലെ വന്നിട്ട് സന്ധ്യക്ക് വീട്ടിൽ ചെല്ലുമ്പോഴാണ് ബാത്റൂമിൽ പോകുന്നത്. നോക്കട്ടെ, ഇവര് അധികാരികൾ കണ്ണു തുറക്കോ നോക്കട്ടെ. ശരിയാ നിങ്ങള് അതൊരു ഇത് കാണും. കാരണം ഇപ്പം ഒരു ബുദ്ധിമുട്ടാണ് യാത്രക്കാർക്കല്ലേ, ബുദ്ധിമുട്ടാണ്. അതുപോലെ നമ്മളെ ഡ്രൈവർമാർക്കും എല്ലാവർക്കും മറ്റേ അതിന്റെ ഓവർഫ്ലോ ആയിട്ട് വെളിയിൽ വരും അല്ലേ? വെളിയിലേക്ക് പിന്നെ ഭയങ്കരമായിട്ട് ഭയങ്കര ഓരോ ശരി. പ്രിയപ്പെട്ട നഗരസഭയിലെ അധികാരികളെ, ജോലിക്കാരെ, നിങ്ങൾ ഇവരുടെ ഈ വിഷമം നിങ്ങളൊന്ന് കാണുന്നില്ലേ? നിങ്ങൾക്കൊക്കെ കണ്ണു തുറക്കാൻ പറ്റത്തില്ല. ഇത്രയും സാഹചര്യത്തിൽ ഇതുപോലെ ഒരു ബാത്റൂമിൽ പോലും പോകാതെ നിരവധി ആൾക്കാർ ഇതിൽ, അതും ധാരാളം ബസ് ഓടിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരെല്ലാം ഇതുപോലെ ബുദ്ധിമുട്ടുമ്പോഴത്തേന്
നിങ്ങളുടെയൊക്കെ കണ്ണ് തുറക്കാതിരിക്കുന്നതിൻ്റെ കാര്യം എന്നാ? നിങ്ങൾക്ക് ഇതുപോലെ ബാത്റൂമിൽ പോകാൻ ഒരു ദിവസം പറ്റിയില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്ത് ബുദ്ധിമുട്ട് അനുഭവിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണുക കേട്ടോ.